റിയൽമിയുടെ റിയൽമി നാർസോ 30 സീരീസിൽ പുതിയൊരു സ്മാർട്ട് ഫോണും കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റിയൽമി നാർസോ 30. ഈ ഫോണിൻ്റെ 4G വെർഷനാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. റിയൽമി നാർസോ 30യുടെ 5G വെർഷനും ലോഞ്ച് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം 4G വെർഷൻ മാത്രമേ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ, 5G വെർഷൻ ലോഞ്ച് ചെയ്തിട്ടില്ല. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി നാർസോ 30 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ റിയൽമി നാർസോ 30 എന്ന ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ IPS LCD പാനലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. റിയൽമി നാർസോ 20 എന്ന ഫോണിൻ്റെ സക്സസറായിട്ടാണ് റിയൽമി നാർസോ 30 എന്ന ഫോൺ വരുന്നത്. റിയൽമി നാർസോ 20 എന്ന ഫോണിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആ ഒരു ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ്. അതുമാത്രമല്ല ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും നല്ലൊരു അപ്ഗ്രേഡ് ആണ്. റിയൽമി നാർസോ 20യിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. റിയൽമി നാർസോ 20 എന്ന ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചായിരുന്നു. അത് മാറ്റിയിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പഞ്ചോൾ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ ഏകദേശം 90.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 580 നിറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 20 എന്ന ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ്. കാരണം ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്, കൂടിയ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, പിന്നെ പഞ്ചോൾ ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഏകദേശം ഇതേ ഒരു ടൈപ്പ് ഡിസ്പ്ലേ തന്നെയാണ് റിയൽമി 7, റിയൽമി 8 5G, റിയൽമി നാർസോ 20 Pro പോലുള്ള ഫോണുകളൊക്കെ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 192 ഗ്രാമാണ്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 9.4 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഫോണിൻ്റെ ബാക്കിൽ റെക്റ്റാങ്കുലർ ഡിസൈനുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ mediatekൻ്റെ helio G95 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. റിയൽമി നാർസോ 20 എന്ന ഫോണിൽ mediatekൻ്റെ helio G85 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. അതിൽ നിന്ന് വളരെ നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ് mediatekൻ്റെ helio G95 എന്നുള്ള പ്രോസസ്സർ. പിന്നെ ഇതേ ഒരു പ്രോസസ്സർ തന്നെയാണ് റിയൽമി 7 അതുപോലെ റിയൽമി നാർസോ 20 Pro പോലുള്ള ഫോണുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഇപ്പോഴത്തെ ലോഞ്ച് ചെയ്തിട്ടുള്ള റെഡ്മി നോട്ട് 10s എന്ന ഫോണിലും ഇതേ ഒരു പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. പിന്നെ മിക്കവാറും ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഏറ്റവും വില കുറഞ്ഞ ഫോണ് റിയൽമി നാർസോ 30 എന്ന ഫോണായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇത് 4G ഫോണാണ്. ഈ ഫോണിൽ 6 GB റാമാണ് കൊടുത്തിട്ടുള്ളത്, 128 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. പിന്നെ LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പ് ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ NFC എന്ന ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൻ്റെ ഇന്ത്യൻ വെർഷനിൽ NFC എന്നുള്ള ഫീച്ചർ ഉണ്ടാവുമോ എന്നുള്ള കാര്യം ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം NFC എന്നുള്ള ഫീച്ചർ മറ്റ് രാജ്യങ്ങളിലെ പോലെ ഇന്ത്യയിൽ അത്രയും പോപ്പുലർ അല്ല. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള Realme 2.0 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 48 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മോണോക്രോം ലെൻസ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസാണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റിയൽമി നാർസോ 20 എന്ന ഫോണിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ ഒരു ഫോണിൽ 48 മെഗാപിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പക്ഷേ ആ ഫോണിൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ ഡൗൺ ഗ്രേഡ് വന്നു എന്ന് പറയേണ്ടി വരും. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സൂപ്പർ നൈറ്റ് സ്കേപ്പ് എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് UIS വീഡിയോ സ്റ്റെബിലൈസേഷൻ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ നൈറ്റ് ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.1 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഇത് സോണി IMX471 സെൻസറാണ്. റിയൽമി നാർസോ 20 എന്ന ഫോണിൽ 8 മെഗാപിക്സലിൽ സെൽഫി ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. അത് മാറ്റിയിട്ട് 16 മെഗാപിക്സലിൽ സെൽഫി ക്യാമറ ആക്കിയിട്ടുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 5000 mAhൻ്റെ ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റിയൽമി നാർസോ 20 എന്ന ഫോണിൽ 6000 mAhൻ്റെ ബാറ്ററി ഉണ്ടായിരുന്നു. അപ്പോൾ ബാറ്ററി കപ്പാസിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഫോണിലുണ്ടായിരുന്ന 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് മാറ്റിയിട്ട് ഈ ഫോണിൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ Type-C ചാർജിങ് പോർട്ടാണ് വരുന്നത്. പിന്നെ ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ മലേഷ്യയിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ മലേഷ്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 14,100 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പക്ഷേ ഇന്ത്യയിൽ ഈ ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയില്ല. ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക.
കാരണം ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിന് അടുത്തായിട്ട് റിയൽമി 8 എന്ന ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോണിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഈ ഫോൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 12,000-13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ്. പിന്നെ ഈ ഫോൺ എന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. മിക്കവാറും ഈ ഒരു COVID-19 സിറ്റുവേഷൻ കാരണമായിരിക്കണം റിയൽമി പുതിയ ഫോണുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാത്തത്. മിക്കവാറും ഈ ഒരു ഫോണ് അടുത്ത മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസും കാര്യങ്ങളൊന്നും ഇപ്പം വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 20 എന്ന ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിയൽമി നാർസോ 30 എന്ന ഫോൺ വളരെ നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പ്രൈസിങ്ങിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ റിയൽമിയുടെ കുറേ ഫോണുകൾ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇതേ ഒരു സ്പെസിഫിക്കേഷനുമായിട്ട് റിയൽമിയുടെ വേറൊരു ഫോൺ ഇപ്പോൾ മാർക്കറ്റിലില്ലേ എന്നൊക്കെ. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.